നമസ്കാരം. പ്രഗ്യാൻ സ്റ്റഡി സർക്കിൾ അവതരിപ്പിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻകാല ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന. മത്സര പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 10 ചോദ്യങ്ങളാണ് PSC ചോദിക്കാറുള്ളത്. PSC എക്സാംസിൽ 10 ചോദ്യങ്ങൾ കാണാറുണ്ട്. 10ഉം ശരിക്കും നമ്മൾ വളരെ രസകരമായിട്ട് ഒരു ബേസോട് കൂടി കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് ഒരു ബേസോട് കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ 10 ക്വസ്റ്റ്യനും വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് നമുക്ക് 10 മാർക്കും നേടാവുന്നതാണ്. സോ ഇന്ന് നമുക്ക് പഴയ കാലത്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. എങ്ങനെയൊക്കെയാണ് അതിന്റെ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടത് എന്നും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം, ഫ്രം വിച്ച് കൺട്രി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി? ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് ബോറോ ചെയ്തത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 1 USSR, ഓപ്ഷൻ A. ഓപ്ഷൻ B is USA, ഓപ്ഷൻ C is UK and ഓപ്ഷൻ D is China. താഴെ പറയുന്ന 4 രാജ്യങ്ങളിൽ നിന്നും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പരിശോധിക്കാം. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇത് പല രാജ്യങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ ബോറോ ചെയ്തിട്ടുണ്ട് എന്നതാണ്. പല വിഷയങ്ങളും മറ്റു പല രാജ്യങ്ങളിൽ നിന്ന്, അതായത് മറ്റു പല രാജ്യങ്ങളുടെയും ഭരണഘടന പഠിച്ച് നല്ല വസ്തുതകൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളത് എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പോസിറ്റീവായിട്ട് പറയുന്ന കാര്യമാണ്. സോ ഹിയർ എന്തിനെ കുറിച്ചാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് is borrowed from the 4 options. We know it is borrowed from USSR. പഴയ USSR, ഇന്നത്തെ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ USSRൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം ബോറോ ചെയ്തിരിക്കുന്നത്. 2015 മുനിസിപ്പൽ സെക്രട്ടറി നടന്ന മുനിസിപ്പൽ സെക്രട്ടറി തസ്തികയിലോട്ടുള്ള പരീക്ഷയിലെ ഒരു ചോദ്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എന്തായിരുന്നു? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പൊ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ എന്ത് ചോദിച്ചു? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം ബോറോഡ്. യെസ്, we borrowed the fundamental duties from USSR. First one is borrowed idea is from USSR. അടുത്തത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? അതായത് എത്രാമത്തെ പാർട്ട്? സോ പാർട്ട് 4A of our Indian Constitution deals with ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറയുന്നത് പാർട്ട് 4A of our ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. അടുത്തത് ആർട്ടിക്കിൾ. നമുക്ക് 1 by 1, അതായത് ഞാൻ വീണ്ടും പറഞ്ഞു, രസകരമായി നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ വളരെ ഒരു ബേസോട് കൂടി വളരെ സിമ്പിൾ ആയി നമുക്ക് പഠിക്കാൻ പറ്റണം. അപ്പൊ എന്തൊക്കെ നോക്കണം? ഭരണഘടനയ്ക്ക് പാർട്ടുണ്ട്, ഭാഗങ്ങളുണ്ട്. ഓരോ ഭാഗത്തിലും മനോഹരമായിട്ട് ആർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടി പാർട്ട് 4A ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 51A. ഓക്കെ, ആർട്ടിക്കിൾ 51A മെൻഷൻ ചെയ്യുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നു, എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? നമ്മുടെ ഭരണഘടനയിൽ 11 മൗലിക കർത്തവ്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എന്നാൽ ആ 11 എന്നത് എനിക്ക്
10 plus 1 എന്ന് എഴുതാം. എന്താ പ്രത്യേകത? 10 duties are added and what is the last duty? ഓക്കെ, നിങ്ങൾക്കൊക്കെ ആൻസേഴ്സ് കിട്ടുന്നുണ്ടാവും എന്താണ് കാര്യങ്ങൾ എന്നത്. സോ ഈ 4A നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്നൊരു ആശയം ഭരണഘടനയിൽ സംസാരിക്കുന്നത് പാർട്ട് 4A അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ 4A എന്നോ അല്ലെങ്കിൽ 14A എന്നോ 11B എന്നോ എന്നൊക്കെ കണ്ടാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ അമെൻഡഡ് വൺ. ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് അമെൻമെന്റ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്തതാണ് പാർട്ട് 4A. ഇവിടെ എന്താ ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ ഈസ് 51A. സോ ആർട്ടിക്കിളിന്റെ കൂടെ ഇങ്ങനെ എയോ ബിയോ ഒക്കെ കണ്ടാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ അമെൻമെന്റ് വൺ. ഭേദഗതി ചെയ്തിട്ടുള്ളതാണ്. ഭേദഗതിയോട് കൂടിയിട്ട് ഭരണഘടനയിൽ ആഡ് ചെയ്തതാണ് 51A, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. സോ ഇപ്പോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 11 ഉണ്ട്. പക്ഷെ അതെങ്ങനെ എഴുതാം? 10 plus 1. സോ ഇനീഷ്യലി 10 fundamental duties are there and now we have, and then later one more added and now we have 11 fundamental duties. അപ്പോ 10 എണ്ണം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, the 10 fundamental duties are added by the 42nd Amendment Act. 42nd Amendment Act. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒന്നുകൂടെ എങ്ങനെയാണ് വളരെ ബേസില് വളരെ രസകരമായിട്ട് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ പാർട്ട് 4A എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇത് ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് ആഡ് ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഭേദഗതി ചെയ്തത്? 42nd Amendment. ഓക്കെ, 42ാമത് അമെൻമെന്റിൽ കൂടി 10 ഡ്യൂട്ടീസ് ആഡ് ചെയ്തു. കഴിഞ്ഞില്ല, one more. The last duty was added by the 86th Amendment Act 2002. Okay, and one more thing. 42ാമത് അമെൻമെന്റിൽ ഭരണഘടനയിലോട്ട് ഈ കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ അനുസരിച്ചായിരുന്നു. ആരാണ്? സ്വരൺ സിംഗ് കമ്മിറ്റി. സോ ഈ പേര് കൂടി ഓർക്കുക, സ്വരൺ സിംഗ് കമ്മിറ്റി. ഇതും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റി. സോ പ്ലീസ് നോട്ട്, fundamental duties are incorporated in the Indian Constitution by the recommendation of Swaran Singh Committee. Fundamental duty, the idea is borrowed from USSR. Fundamental duty is added in the part 4A of our Indian Constitution and which is included in 51A of our Indian Constitution. Initially we have 10 fundamental duties and later we added one more. Okay, so fundamental duty ആദ്യമായിട്ട് വരുന്നത് 42nd Amendment Act 1976. Very important. 42nd Amendment Act 1976 and later one more fundamental duty is added by the 86th Amendment Act 2002. ഇത്ര കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു സൈക്കിളിൽ അല്ലെങ്കിൽ ഈ ഒരു സണ്ണിന്റെ അണ്ടറിൽ വരുന്ന ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക. ഈ ഒരു 4-5 പോയിന്റ്സ് പഠിച്ചാൽ നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു ക്വസ്റ്റ്യനെയും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇപ്പൊ പരിശോധിച്ചത് 2015 മുനിസിപ്പൽ സെക്രട്ടറി തസ്തികയിലോട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫണ്ടമെന്റൽ ഡ്യൂട്ടി ബോറോഡ് from which country Indian Constitution borrowed fundamental duty? It is borrowed from USSR. അതിന്റെ കൂടെ ഇത്രയും കാര്യങ്ങൾ കൂടെ ഈ ഒരു 3-4 അല്ലെങ്കിൽ 4-5 പോയിന്റ്സ് കൂടെ ഓർക്കുക, മറക്കരുത്. Move on to next question. Total number of schedules in Indian Constitution. Indian ഭരണഘടനയിലുള്ള total number of schedules. Indian ഭരണഘടനയിൽ എത്ര പട്ടികകൾ ഉണ്ട് എന്നാണ് questions. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് കൂടെ നോക്കാം. The first option A9, B11, C12, D10.
അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന എന്തൊക്കെയുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ. അഗെയിൻ ഞാൻ പറയുന്നു, നമ്മൾ എന്ത് ചെയ്യണം, വളരെ അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഇന്ത്യൻ ഭരണഘടന കൺസിസ്റ്റ് ഓഫ്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എന്തൊക്കെയുണ്ട്, ഒരു ആമുഖമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിനെ നമ്മൾ വിളിക്കുന്നു പ്രീആംബിൾ, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഭാഗങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ രസകരമായി അല്ലെങ്കിൽ വളരെ അടുക്കും ചിട്ടയോടുകൂടി ഓരോ ഭാഗങ്ങളിൽ അവതരിപ്പിക്കുന്നു, പാർട്സ്. ആ ഓരോ പാർട്സിലും എന്തൊക്കെയുണ്ട്, ആർട്ടിക്കിൾസ്. ഇതിലൊന്നും പെടാതെ ഒരു വിഭാഗമാണ് ഷെഡ്യൂൾസ്, പട്ടികകൾ, ഷെഡ്യൂൾസ്. അപ്പം ഷെഡ്യൂൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കേണ്ട വസ്തുതകൾ കൂടെ ഒന്ന് പരിശോധിക്കാം. ഷെഡ്യൂൾസ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇനീഷ്യലി, അതായത് എന്താ ഡേറ്റ്, അതായത് ഡേറ്റ് എന്താണ്, 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തപ്പോൾ, ഇനാക്ട് ചെയ്തപ്പോൾ 8 ഷെഡ്യൂൾസ് ആണ് ഉണ്ടായിരുന്നത്. എന്നാൽ ലേറ്റർ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടേം അമെൻമെന്റ്, ഭരണഘടന ഭേദഗതിയിൽ കൂടെ 9, 10, 11, 12, ഓക്കെ, 4 ഷെഡ്യൂൾസ് കൂടെ ഭരണഘടന ഭേദഗതിയിൽ കൂടെ ആഡ് ചെയ്തു. ആൻഡ് നൗ വി ഹാവ് 12 ഷെഡ്യൂൾസ്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇസ് 12. സോ പരീക്ഷയെ ഫേസ് ചെയ്യാൻ പോകുന്ന, അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ 12 പട്ടികകളും, ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ 12 പട്ടികകളും കൃത്യമായി പഠിക്കുക. അപ്പൊ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ കോഡൊക്കെ ഉണ്ട്. അപ്പോൾ എളുപ്പത്തിൽ കോഡ് ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെയാണ് ഈ 12 പട്ടികകളിലും പറയുന്നത് എന്നുകൂടെ ഓർത്തു വെക്കുക. അപ്പോ ഈ ക്വസ്റ്റ്യനും 2015 മുനിസിപ്പൽ സെക്രട്ടറി തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക്, ആ തസ്തികയിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. മൂവ് ഓൺ ടു ദ തേർഡ് വൺ. 2013 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2013 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷന് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹു വാസ് ദി ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഹു വാസ് ദി ചെയർമാൻ ഓഫ് Constituent Assembly. Okay, Constituent Assembly. Who was the chairman of Constituent Assembly of India? Who was the chairman of the Constituent Assembly of India? അപ്പൊ നമുക്ക് Constituent Assembly, CA ആണ് Constituent Assembly എന്നിരിക്കട്ടെ. അപ്പൊ CAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം. എന്താണ്? ഭരണഘടന ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്, in order to make the Indian Constitution, ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണഘടന ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നിയമിതമായിട്ടുള്ള കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ചരിത്രത്തിലേക്കൊക്കെ കടക്കണം. നിങ്ങൾക്കൊക്കെ ക്യാബിനറ്റ് മിഷനും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു ബേസ് ലെവൽ, ചരിത്രം മുതൽ എങ്ങനെയാണ് നമ്മുടെ ഭരണഘടന വന്നത് എന്ന രീതിയിൽ പഠിക്കുക. ഓക്കെ, സോ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടന ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബോഡിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആര് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് കൂടെ പരിശോധിക്കാം. എ, ഡോക്ടർ BR അംബേദ്കർ. B, Dr. BN Rao. C, Dr. Rajendra Prasad. D, Jawaharlal നെഹ്റു. സോ കൃത്യമായി പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം BR അംബേദ്കർ ആണെങ്കിലും BN റാവു ആണെങ്കിലും രാജേന്ദ്ര പ്രസാദ് ആണെങ്കിലും ജവഹർലാൽ നെഹ്റു ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ആണ്.
എന്താണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടേറെ സംഭാവനകൾ ചെയ്ത വ്യക്തികളാണ് ഇവര് 4 പേരും. സോ ഫ്രം ദി ഓപ്ഷൻസ് ഏതാണ് കൃത്യമായ ഉത്തരം എന്ന് അറിയണമെങ്കിൽ നമ്മൾക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാനെ കുറിച്ചും. സോ ഒന്ന് പറയുകയാണെങ്കിൽ Constituent Assembly was formed in 1946 December 6. 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. 1946 ഡിസംബർ 9 ആദ്യത്തെ മീറ്റിംഗ്, ആദ്യത്തെ യോഗം ചേരുന്നത്. ആദ്യത്തെ യോഗത്തിൽ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തു, ഏറ്റവും പ്രായം ചെന്ന വ്യക്തി എന്ന രീതിയിൽ. ഓക്കെ, 1946 ഡിസംബർ 9 ചേർന്ന യോഗത്തിൽ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി എന്ന രീതിയിൽ ഡോക്ടർ സച്ചിദാനന്ദയെ താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തു, ഡോക്ടർ സച്ചിദാനന്ദ. അതിനുശേഷം 1946 ഡിസംബർ 11 ചേർന്ന യോഗത്തിലാണ് പെർമനന്റ് പ്രസിഡന്റ്, പെർമനന്റ് വൈസ് പ്രസിഡന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്നീ തസ്തികകളിലോട്ട് തിരഞ്ഞെടുക്കുന്നത്. സോ ഹു വാസ് ദി ചെയർമാൻ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, ആൻഡ് BN റാവു. നമുക്ക് ഈ 4 ഓപ്ഷൻസും എന്തൊക്കെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ്സ് കൂടെ നമുക്ക് നോക്കാം. സോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രസിഡന്റ്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ BR അംബേദ്കർ ഏറ്റവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. BR അംബേദ്കർ. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാലോ അതും BR അംബേദ്കർ ആണ്. നമ്മുടെ ആദ്യത്തെ യൂണിയൻ ലോ മിനിസ്റ്റർ, ആദ്യത്തെ നിയമമന്ത്രിയും ഫസ്റ്റ് യൂണിയൻ ലോ മിനിസ്റ്റർ, ആദ്യത്തെ നിയമമന്ത്രിയും BR അംബേദ്കർ ആണ്. ഓക്കെ, നെക്സ്റ്റ് BN റാവു. ഡോക്ടർ BN റാവു. രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് പ്രസിഡന്റ് ആയി തെരഞ്ഞെടുത്തു. HC ബാനർജിയെ വൈസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തു. ഓർക്കുക, രാജേന്ദ്ര പ്രസാദ് പെർമനന്റ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് HC ബാനർജി ആണ്. അതേ രീതിയിൽ ഭരണഘടനാ ഉപദേഷ്ടാവായിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ BN റാവു ആണ്. ഓക്കെ, അപ്പൊ BN റാവു എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ. ആൻഡ് ദി ലാസ്റ്റ് ഓപ്ഷൻ ജവഹർലാൽ നെഹ്റു. അദ്ദേഹമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്, പ്രീആംബിൾ. ഭരണഘടനയുടെ ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീആംബിൾ, ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഫാദർ, ദ ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീആംബിൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമായിട്ടുള്ള പ്രീആംബിളിന്റെ ഫാദർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീആംബിൾ. അപ്പൊ ദ കറക്റ്റ് ആൻസർ നമ്മൾ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ എന്താണ്, മറ്റ് 4 ഓപ്ഷൻസുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത് 2013 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് BDO ആൻഡ് മുനിസിപ്പൽ സെക്രട്ടറി 2011. BDO ആൻഡ് മുനിസിപ്പൽ സെക്രട്ടറി 2011 നടന്ന പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, ഹു വാസ് അപ്പോയിന്റഡ് ആസ് ദി അഡ്വൈസർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? എന്തായിരുന്നു? ഹു വാസ് appointed as the advisor of constituent assembly. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അഡ്വൈസർ, ഉപദേശകനായിട്ട്
തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. എന്തായിരുന്നു? നമ്മൾ 4 ഓപ്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ കൂട്ടത്തിൽ പറഞ്ഞു ഡോക്ടർ B.N. Rao. Dr. B.N. Rao was elected as the constitutional advisor. Constitutional advisor ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു ഡോക്ടർ B.N. Rao. ഓക്കെ, അപ്പൊ നമ്മുടെ എന്താണ് 2013 ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഓപ്ഷൻ ആണ് 2011 വന്നൊരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് മാറിയത്. അതായത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. സോ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which amendment ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. Which amendment act incorporated the right to education into the list of fundamental rights in India? Fundamental rights in India. Which amendment act incorporated the RTE, right to education, into the list of fundamental rights in India? അപ്പോ ഒന്ന് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ ഒരുപാട് കീവേഡ്സ്. ഡിസ്കസ് അബൌട്ട് RTE, ഡിസ്കസ് അബൌട്ട് an amendment act, ഡിസ്കസ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലേ? ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച്, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത അമെൻമെന്റ് ഏത്? നമുക്ക് ആദ്യം ഓപ്ഷൻസ് പരിശോധിക്കാം. 67 is Amendment Act 1990. Option B is 68th Amendment Act 1991. C is 76th Amendment Act 1994. Option D is 86th Amendment Act 2002. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ചും അമെൻമെന്റുകളെ കുറിച്ചും ഫണ്ടമെന്റൽ റൈറ്റ്സുകളെ കുറിച്ചിട്ടും ഒരു ധാരണയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്കൊന്ന് നോക്കാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഭരണഘടനയിലോട്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഇൻകോർപ്പറേറ്റ് ചെയ്തു. അപ്പൊ ഫ്രം ദി ഓപ്ഷൻസ് ആദ്യം നമുക്ക് ആൻസറിലോട്ട് കടക്കാം. ആൻസർ ഡി. From the option D is the answer. RTE was included into the Indian Constitution by 86th Amendment Act. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും രസകരമായി അല്ലെങ്കിൽ എന്നും ഓർമ്മയിലിരിക്കുന്ന രീതിയിൽ, പലർക്കും പല ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള ഒരു പ്രശ്നം എന്നത് വളരെ വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് മറക്കാതെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ സംസാരിച്ചു 86th Amendment Act. 86th Amendment Act. എന്താ 86th Amendment Act? നമുക്ക് കിട്ടി, നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി 86th Amendment Act of 2002. ഒരു നിമിഷം, once more നമുക്കൊന്ന് എഴുതി നോക്കാം. 86th Amendment Act. 86th Amendment Act of 2002. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടി, എന്താ നമുക്ക് കിട്ടിയത്? It was incorporated RTE. ഭരണഘടനയിലേക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നൊരാശയം ആഡ് ചെയ്തു, ഇൻകോർപ്പറേറ്റ് ചെയ്തു ബൈ 86th Amendment Act 2002. അപ്പൊ നമുക്കറിയാം റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്താണ്, കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഭരണഘടനയിലേക്ക് എവിടേക്കാണ് ആഡ് ചെയ്തത്? പാർട്ട് 3. എന്താ പാർട്ട് 3? ഫണ്ടമെന്റൽ റൈറ്റിലേക്കാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്കാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആഡ് ചെയ്യുന്നത്, ഒരു മൗലിക അവകാശമായിട്ട്.
അപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 is about fundamental rights. Part 3 is about fundamental rights. So നമുക്കൊന്ന് നോട്ട് ചെയ്യാം. പാർട്ട് 3 ഒരു കാര്യം കിട്ടി. സോറി, പാർട്ട് 3 is about ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശം. ഒരു കാര്യം കിട്ടി. അടുത്തത് ഞാൻ പറഞ്ഞു ഓരോ ഭാഗങ്ങളിലും ഓരോ ആർട്ടിക്കിൾസ് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉള്ള ആർട്ടിക്കിൾ ഏതാണ്? 12 മുതൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിൾസ് ഏതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പാർട്ട് 3യെ കുറിച്ച്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച്. സോ പാർട്ട് 3യിൽ വരുന്ന ആർട്ടിക്കിൾസ് ആണ് 12 to 35. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആർട്ടിക്കിൾസും കൂടെ കിട്ടി. അടുത്തത് നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി എന്ന ആശയം റഷ്യയിൽ നിന്നാണ് അല്ലെങ്കിൽ USSRൽ നിന്നാണ് കടമെടുത്തു എന്ന് പറഞ്ഞതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന ആശയം വി ബോറോഡ് ഫ്രം US Constitution. Fundamental rights എന്ന ആശയം വി ബോറോഡ് ഫ്രം US Constitution. ഓക്കെ, അപ്പൊ സബായിട്ട് നമ്മൾ പാർട്ട് 3യെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ പാർട്ട് 3യിൽ 12 മുതൽ 35 വരെ ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ 21A വെരി വെരി ഇമ്പോർട്ടൻറ്റ് 21A എന്ത് ആഡ് ചെയ്തിട്ടുള്ളത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ. റൈറ്റ് ടു എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിക്കിൾ 21A. അപ്പൊ എഗെയിൻ എന്താണ് 21A? നോർമൽ 21 എന്നല്ല 21A. അപ്പൊ ഞാൻ പറഞ്ഞു എയോ ബിയോ ഒക്കെ കണ്ടാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് മനസ്സിലാക്കാം? ഇത് ഭരണഘടന ഭേദഗതി ചെയ്തിട്ട്, ഭരണഘടന അമെൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്തതാണ്. എന്താ? നമുക്കൊന്ന് മുകളിലോട്ട് പോയി നോക്കാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ 21A describes in part 3. 21A എന്ന് പറയുമ്പോഴത്തേക്കും ഭരണഘടന ഭേദഗതി ചെയ്തിട്ടാണ്. എത്രാമത്തെ ഭേദഗതിയാണ്? 86ാമത് അമെൻമെന്റ് ആക്ട് 2002. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്നാൽ 86th അമെൻമെന്റ് ആക്ടിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും RTE എന്ന് ആലോചിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഓർക്കുക, ഇറ്റ് ആഡഡ് വൺ മോർ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഭേദഗതി, ചേഞ്ച് അല്ലേ? 86th അമെൻമെന്റ് ആക്ട് എവിടേക്കാ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്ന് പാർട്ട് 3യിലും ഒന്ന് പാർട്ട് 4A. ഫണ്ടമെന്റൽ ഡ്യൂട്ടിയെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഫണ്ടമെന്റൽ ഡ്യൂട്ടി മെൻഷൻഡ് ഇൻ പാർട്ട് 4A. ഇനീഷ്യലി 10 ഡ്യൂട്ടിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 86th അമെൻമെന്റ് ആക്ടിൽ എന്ത് ചെയ്തു? ഒരു ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. പാർട്ട് 4A കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. സോ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 51A അല്ലേ? എന്ത് എളുപ്പാ നോക്കൂ. 86th അമെൻമെന്റ് ആക്ട് 2002 ഭരണഘടനയിൽ ഒരു ചേഞ്ച്. അപ്പൊ 86ാമത്തെ അമെൻമെന്റ്, 86ാമത്തെ ചേഞ്ച് എവിടെയൊക്കെയാ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്ന് പാർട്ട് 3യിൽ കൊണ്ടുവന്നു, ഒന്ന് പാർട്ട് 4A കൊണ്ടുവന്നു. പാർട്ട് 3യിൽ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്തു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. പാർട്ട് 4A ഒരു ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു, വൺ മോർ ഡ്യൂട്ടി കൂടി ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്ത് ബന്ധപ്പെടുത്തി പഠിക്കുക. നിങ്ങൾ ഒന്ന് നോക്കൂ, ഈ ഒറ്റൊരു ഫ്ലോ ചാർട്ടിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒറ്റൊരു ഡയഗ്രത്തിൽ നിന്നും നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു അമെൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും 2013 സെക്രട്ടറി അസിസ്റ്റന്റിൽ ചോദിച്ച സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മള് ഭരണഘടനയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം നോക്കി, ഭരണഘടനയുടെ അകത്ത് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി, ബോറോഡ് ഐഡിയാസ്, ബോറോഡ് എവിടെ നിന്ന് ബോറോ ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. അമെൻമെന്റുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് അല്ലെ 2 ക്വസ്റ്റ്യൻസ്, ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസറും ഒന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ്. അടുത്തത് നമ്മൾ പാർട്ടുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണ്. വളരെ വളരെ എളുപ്പം തന്നെയാണ്, വളരെ എളുപ്പമുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പൊ നോക്കാൻ പോകുന്നത്. Which part of Indian Constitution? Next question is which part? It's about part.
which part of Indian Constitution deals with directive principles of state policy? നിങ്ങൾക്കൊക്കെ ഓപ്ഷൻസ് പറയാതെ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. Directives, principles of state policy. So move on to the options. The first, part 2, part 3, part 4, and part D is part 6. ഇങ്ങനെയാണ് എക്സാമിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. സോ എന്താ ആൻസർ? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പൊ ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് DPSP യെ കുറിച്ച് നോക്കാം. എന്തായിരുന്നു DPSP? ഭരണഘടനയിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു പ്രൊവിഷൻ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം, നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ DPSP യെ കുറിച്ച് പറയാം. ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. It is borrowed from Irish Constitution. എന്തിനാ DPSP? ഒരു നല്ലൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ വെൽഫെയർ ഓഫ് ദി സ്റ്റേറ്റ് എന്നൊരു ആശയത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ജനങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ അല്ലെങ്കിൽ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് DPSP എന്നൊരു പാർട്ട് ഭരണഘടനയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ബോറോഡ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് DPSP പറയുന്നത്? വെൽഫെയർ ഓഫ് ദി സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ റൈറ്റ്സ് ഓഫ് പീപ്പിൾ എന്നൂടെ ഈ ഒരു പാർട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് the novel feature of Indian Constitution. Indian Constitution ന്റെ നോവൽ ഫീച്ചർ എന്ന് DPSP യെ കുറിച്ച് മഹത്തായ അല്ലെങ്കിൽ ഒരു മഹത് വ്യക്തി പറഞ്ഞു. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ദ നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചതും എന്തിനെ കുറിച്ചാണ്? DPSP യെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് DPSP യെ കുറിച്ച് ഐറിഷിൽ നിന്നാണ്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടം കൊണ്ടത്. അതിന്റെ എയിം എന്ന് പറയുന്നത് വെൽഫെയർ ഓഫ് ദി സ്റ്റേറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഇംപ്രൂവ്മെന്റ് ഓഫ് അല്ലെങ്കിൽ എക്കണോമിക്കൽ റൈറ്റ് ഓഫ് പീപ്പിൾ. ആൻഡ് നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് DPSP യെ കുറിച്ചാണ്. അപ്പൊ ഇനി നമുക്ക് ഒറ്റൊരു കാര്യം മാത്രമേ അറിയാനുള്ളൂ. എന്താണ്? ഏത് പാർട്ടിലാണ്, ഭരണഘടനയിലെ ഏത് പാർട്ടിലാണ് DPSP യെ കുറിച്ച് സംസാരിക്കുന്നത്? ഇറ്റ് ഈസ് എ part 4. Part 4 of our Indian Constitution deals with DPSP. Part 4 of our Indian Constitution deals with DPSP. അപ്പൊ നമുക്കൊന്ന് മറ്റു ഓപ്ഷൻസ് കൂടെ പരിശോധിക്കാം. Part 2, Part 3, Part 4, Part 6. അപ്പൊ Part 3 യെ കുറിച്ച് ഇനിയൊരു വിശദീകരണം ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം. എന്തൊക്കെ പറയാൻ കണക്ട് ചെയ്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബോറോഡ് ഫ്രം USA, ആർട്ടിക്കിൾ ഫ്രം 12 to 35. ഓക്കെ, പാർട്ട് 2. പാർട്ട് 2 ഇതിങ്ങനെ 1 by 1 പാർട്ട് പഠിക്കുന്നതിനേക്കാളും നമുക്ക് ഓരോ പാർട്ടും, അതായത് 25 പാർട്സും ഒന്ന് അറിഞ്ഞിരിക്കണം. അത് വളരെ എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ വളരെ നമുക്ക് മനസ്സിലാക്കി പഠിക്കുന്ന രീതിയിൽ ഗ്രൂപ്പ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ റാൻഡം ആയിട്ട് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പാർട്ട് 2 ഡീൽസ് അബൌട്ട് സിറ്റിസൺഷിപ്പ്. ഇന്ത്യൻ ജനങ്ങളുടെ പൗരത്വത്തെ കുറിച്ച് സംസാരിക്കുന്നു. പാർട്ട് 2. പാർട്ട് 4 DPSP ആൻഡ് പാർട്ട് 6 ഡീൽസ് വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ്. സംസ്ഥാന ഗവൺമെന്റുകളെ കുറിച്ച് സംസാരിക്കുന്നു. പാർട്ട് 6. ഓക്കെ, പാർട്ട് 6. അപ്പൊ 25 പാർട്ടുകൾ ഉണ്ട്. ആ ഓരോ പാർട്ടുകളും വളരെ മനോഹരമായിട്ട് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക, റാൻഡം ആയിട്ട് പഠിക്കാതിരിക്കുക. എന്താണ് കാര്യങ്ങൾ, എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇത് സംഭവങ്ങൾ എന്ന് കുറച്ചെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറും, വളരെ താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറും. നമുക്ക് 10ൽ 10 മാർക്സും വാങ്ങാൻ സാധിക്കും. ഓക്കെ, വളരെ വാസ്റ്റ് ആണ്, ബൃഹത്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കുക, ആസ്വദിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് 10ൽ 10 ലഭിക്കും.
ഓക്കെ, പ്രഗ്യാൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ വീഡിയോസുകൾ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആനുകാലിക സംഭവങ്ങൾക്കായും കറണ്ട് അഫയേഴ്സിനായിട്ടും അതുപോലെ പഴയകാല ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ലഭിക്കുന്നതിനായിട്ടും ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനൽ പ്രഗ്യാൻ സ്റ്റഡി സർക്കിൾ എന്ന ഫേസ്ബുക്ക് ചാനൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.